ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ. കായിക ലോകത്തു നിന്നുള്ള പുത്തൻ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഏവർക്കും സ്വാഗതം. സ്പോർട്സ് മിക്സ്. കായിക ലോകം കഴിഞ്ഞയാഴ്ചയിൽ തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരനുമായ ഹാരിസ് നന്മേനി. ഫുട്ബോളും ക്രിക്കറ്റും ഹോക്കിയും ടെന്നീസും ഉൾപ്പെടെ കായിക മാമാങ്കങ്ങളുടെ വിവിധങ്ങളായ അരങ്ങുകളിൽ പ്രധാനപ്പെട്ട ഒട്ടേറെ വിശേഷങ്ങൾ പിറവിയെടുത്ത ആഴ്ചയാണ് പിന്നിട്ട് പോയത്. അവയിൽ ചിലത് കിരീടധാരണങ്ങളായിരുന്നു എങ്കിൽ വേറെ ചിലത് കിരീടത്തോളം പോന്ന വിജയങ്ങളുടേതുമാണ്. നമുക്കാദ്യം ഫുട്ബോളിലെ വിശേഷങ്ങൾ നോക്കാം. പുതിയ ദേശീയ ടീം പരിശീലകൻ ഖാലിദ് ജമീലിന് കീഴിൽ ഇന്ത്യൻ ഫുട്ബോൾ ഉയർത്തെണീപ്പിന്റെ സൂചനകൾ നൽകുന്നു എന്ന് നമ്മൾ കഴിഞ്ഞയാഴ്ചയിൽ നിരീക്ഷിച്ചതാണ്. അതെ, ആ വഴിക്കു തന്നെയാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത് എന്ന പ്രതീക്ഷയാണ് കാഫ കപ്പിലെ പ്രകടനം നമുക്ക് നൽകുന്നത്. ഇറാനും ഒമാനും താജിക്കിസ്ഥാനുമെല്ലാം കൊമ്പുകോർത്ത കാഫ നേഷൻസ് കപ്പിൽ പുതിയ പരിശീലകൻ ഖാലിദ് ജമീലിന്റെ നേതൃത്വത്തിൽ ടീം ഇന്ത്യ വെങ്കലം നേടി. ഏഷ്യൻ കരുത്തരായ ഒമാനെ ഷൂട്ടൌട്ടിൽ മറികടന്നാണ് ടീമിന്റെ വിജയം. താജിക്കിസ്ഥാൻ നഗരമായ ഹിസോറിൽ നടന്ന 3ാം സ്ഥാനത്തിനായുള്ള പോരാട്ടം ആദ്യന്തം കടുത്തതായിരുന്നു. പ്ലേ ഓഫ് മത്സരത്തിന്റെ 55ാം മിനിറ്റിൽ അൽ അഹ്മദിയിലൂടെ ഒമാനാണ് ആദ്യം ലീഡെടുത്തത്. അതുവരെയും കനത്ത പ്രതിരോധം ചമയ്ക്കുകയും അവസരങ്ങൾ ലഭിക്കുമ്പോൾ പ്രത്യാക്രമണം നടത്തുകയും ചെയ്യുക എന്ന തന്ത്രത്തിൽ ഊന്നിക്കളിച്ച ഇന്ത്യ പിന്നീട് ഗോൾ മടക്കാൻ ആഞ്ഞു ശ്രമിച്ചു. അതിന് കളി തീരാൻ 10 മിനിറ്റ് ബാക്കി നിൽക്കെ ഫലവും കണ്ടു. രാഹുൽ ബക്കയുടെ ത്രോയിൽ നിന്നും ലഭിച്ച പന്ത് ഡാനിഷ് ഫറൂഖ് ബോക്സിലേക്ക് മറിച്ചു നൽകിയപ്പോൾ മുന്നോട്ട് കുതിച്ച ഉദാന്ത സിംഗ് തലകൊണ്ട് ചെത്തി വലയിലെത്തിച്ചു. സാധാരണ സമയത്ത് സമനിലയിലായിരുന്ന മത്സരം എക്സ്ട്രാ ടൈമിലേക്ക് നീങ്ങി. ആ ഘട്ടത്തിൽ ഒമാന്റെ ഒരു കളിക്കാരൻ ചുവപ്പ് കാർഡ് കണ്ട് പുറത്തുപോയതോടെ ഇന്ത്യക്ക് മേൽക്കൈ ലഭിച്ചു. എങ്കിലും അവസരം മുതലെടുക്കാനായില്ല. കളി ഷൂട്ടൌട്ടിലേക്ക് നീണ്ടു. ടൂർണമെന്റിലുടനീളം ഇന്ത്യക്കായി തിളങ്ങിയ അൻവർ അലിക്കും ഉദാന്തയ്ക്കും പിശകുപറ്റി. എങ്കിലും ക്യാപ്റ്റൻ കൂടിയായ ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധു ടീമിന്റെ രക്ഷകനാവുകയായിരുന്നു. ഇന്ത്യക്കായി ചാങ്ദെ, രാഹുൽ ബക്കെ എന്നിവരും മലയാളിയായ MS ജിതിനും പന്ത് വലയിലെത്തിച്ചപ്പോൾ ഒമാന്റെ അവസാന പെനാൽറ്റി കിക്ക് വലത്തോട്ട് ചാടി വീണ് സന്ധു തടഞ്ഞിട്ടതോടെ ഇന്ത്യ വെങ്കല മെഡൽ ഉറപ്പിച്ചു. വേണ്ടത്ര തയ്യാറെടുപ്പുകൾക്ക് അവസരം കിട്ടാതെയാണെങ്കിലും പരിചയസമ്പന്നരെയും യുവതാരങ്ങളെയും അണിനിരത്തിയ ഖാലിദ് ജമീലിന്റെ തന്ത്രങ്ങളാണ് ടീമിന് തുണയായത്. ഇന്ത്യൻ ഫുട്ബോളിലെ പുതിയ യുഗപ്പിറവി എന്ന് ഏവരും പ്രതീക്ഷയോടെ കാണുന്ന ഈ ജയത്തിൽ മലയാളികളും മികവ് കാണിച്ചത് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക് ആഹ്ലാദകരമായി. ദേശീയ ജേഴ്സിയിൽ ആദ്യ ടൂർണമെന്റിന് ഇറങ്ങിയ പ്രതിരോധ പടൻ മുഹമ്മദ് ഉവൈസ് എല്ലാ കളിയിലും ആദ്യ 11-ൽ ഉണ്ടായിരുന്നു. ആഷിഖും MS ജിതിനും അവസരം ലഭിച്ചപ്പോഴെല്ലാം മികവ് കാട്ടി. മലയാളികളെ സംബന്ധിച്ച് ഈ ഓണക്കാലം ഫുട്ബോളിൽ മാത്രമല്ല ക്രിക്കറ്റിലും തകർപ്പനായിരുന്നു എന്ന് വേണം പറയാൻ. കേരള ക്രിക്കറ്റ് ലീഗിന്റെ സമാപനം കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരത്ത് നടന്നത്. ക്രിക്കറ്റ് പ്രേമികൾക്ക് കാഴ്ചയുടെ വിരുന്നായി അരങ്ങേറിയ ടൂർണമെന്റിൽ കൊച്ചി ബ്ലൂ ടൈഗേഴ്സ് കിരീടമുയർത്തി. ഏറെക്കുറെ ഏകപക്ഷീയമായി മാറിപ്പോയ ഫൈനലിൽ തുടർച്ചയായി 2ാം കിരീടം ലക്ഷ്യമിട്ട് കളത്തിലിറങ്ങിയ ഏരീസ് കൊല്ലം സെയിലേഴ്സിനെ 75 റണ്ണിന് തകർത്താണ് സഞ്ജു സാംസന്റെ സഹോദരൻ സാലി സാംസൺ നയിച്ച കൊച്ചിക്കാർ കിരീടമുയർത്തിയത്. നിശ്ചിത 20 ഓവറിൽ കൊച്ചി 8 വിക്കറ്റ് നഷ്ടത്തിൽ 181 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കൊല്ലം 16.3 ഓവറിൽ 106 റൺസിനിടെ തകർന്നു തരിപ്പണമാവുകയായിരുന്നു. ഓപ്പണറായി ക്രീസിൽ ഇറങ്ങി 30 പന്തിൽ 70 റൺസ് അടിച്ച വിനൂപ് മനോഹരനാണ് ഫൈനലിലെ താരം. ലീഗിലെ മികച്ച കളിക്കാരനായി കാലിക്കറ്റിനു വേണ്ടി ഓൾറൗണ്ട് പ്രകടനം പുറത്തെടുത്ത അഖിൽ സ്കറിയയെ തിരഞ്ഞെടുത്തു. ഫൈനലിൽ ടോസ് നേടിയ കൊല്ലം ക്യാപ്റ്റൻ സച്ചിൻ ബേബി എതിരാളികളെ ബാറ്റിംഗിന് അയക്കാനാണ് തീരുമാനിച്ചത്. കൊച്ചിക്കായി ഓപ്പൺ ചെയ്യാനിറങ്ങിയ വിനൂപ് മനോഹർ തകർത്തടിച്ചുകൊണ്ട് തുടങ്ങുന്നതാണ് കണ്ടത്. വെറും 30 പന്തുകൾ മാത്രം നേരിട്ട ഈ വലങ്കയ്യൻ 70 റൺസ് എടുത്തു. 9 വട്ടം പന്ത് ബൗണ്ടറിയിലേക്ക് പായിച്ച വിനൂപ് 4 തവണ ഗാലറിയിലേക്കും പന്ത് തൂക്കി. 20 പന്തിൽ തന്നെ തന്റെ അർദ്ധശതകം തികയ്ക്കുകയും ചെയ്തു. 7ാമനായി ഇറങ്ങിയ ആൽഫി വെറും 25 പന്തിൽ 47 റൺസ് അടിച്ച് പുറത്താവാതെ നിന്നു. മറുപടി ബാറ്റിംഗിൽ 182 റൺസിന്റെ വിജയലക്ഷ്യം തേടി പോരിനിറങ്ങിയ കൊല്ലംകാർക്ക് ഒരു ഘട്ടത്തിലും നിലം തൊടാനായില്ല. ബാറ്റ്സ്മാൻമാർ ഒരു പരേഡിലെന്ന വണ്ണം വന്നു മടങ്ങിയ ഇന്നിംഗ്സിൽ 23 റൺസ് എടുത്ത 9ാം നമ്പർ ബാറ്റർ വിജയ് വിശ്വനാഥ് മാത്രമാണ് പൊരുതി നിന്നത്.
കൊച്ചിയുടെ PS ജെറിൻ 4 ഓവറിൽ 21 റൺസ് മാത്രം വഴങ്ങി 3 വിക്കറ്റ് വീഴ്ത്തിയപ്പോൾ സാലി സാംസൺ, മുഹമ്മദ് ആഷിഖ്, KM ആസിഫ് എന്നിവർ ഈ 2 വിക്കറ്റ് വീതം വീഴ്ത്തി. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാലിക്കറ്റ് ഗ്ലോസ്റ്റേഴ്സിനുമായി ഉജ്ജ്വല ഓൾറൗണ്ട് പ്രകടനം പുറത്തെടുത്ത അഖിൽ സ്കറിയയാണ് ടൂർണമെന്റിന്റെ താരമായത്. 25 വിക്കറ്റുകൾ പിഴുത ഈ ഇടുക്കിക്കാരൻ 314 റൺസും അടിച്ചുകൂട്ടി. ഇതിനോടകം തന്നെ IPL ഉൾപ്പെടെയുള്ള വമ്പൻ ടൂർണമെന്റ് അധികൃതരുടെ ശ്രദ്ധയാകർഷിച്ചു കഴിഞ്ഞ കേരള ക്രിക്കറ്റ് ലീഗിന്റെ ഈ സീസണിലും ശ്രദ്ധേയമായ വ്യക്തിഗത പ്രകടനങ്ങളുണ്ട്. ആൾറൗണ്ട് മികവ് കാണിച്ച അഖിൽ സ്കറിയയ്ക്ക് പുറമെ 10 കളിയിൽ 479 റണ്ണടിച്ച ട്രിവാൻഡ്രത്തിന്റെ കൃഷ്ണപ്രസാദ്, തൃശൂരിന്റെ അഹമ്മദ് ഇമ്രാൻ, കൊച്ചിയുടെ വിനോദ് മനോഹർ തുടങ്ങിയവർ ബാറ്റിംഗിലും 17 വിക്കറ്റ് എടുത്ത കൊല്ലത്തിന്റെ AG അമൽ, കൊച്ചിയുടെ KM ആസിഫ് എന്നിവർ ബൗളിംഗിലും മികവ് കാട്ടി. ശ്രീശാന്തിനും സഞ്ജു സാംസണും സച്ചിൻ ബേബിക്കും വിഘ്നേഷ് പുത്തൂരിനും എല്ലാം പിന്നാലെ കൂടുതൽ താരങ്ങളെ IPL പോലുള്ള വമ്പൻ മത്സരവേദികളിൽ കാണാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ക്രിക്കറ്റിന്റെ മറ്റൊരു വിശേഷം കൂടി നമുക്ക് നോക്കാം. ഏഷ്യ കപ്പ് 2020 ക്രിക്കറ്റ് UAEയിൽ പുരോഗമിക്കുന്നു. പാകിസ്ഥാനും UAEയും ഒമാനും ഉൾപ്പെട്ട ഗ്രൂപ്പിൽ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാനിറങ്ങിയ ടീം ഇന്ത്യ അനായാസ ജയത്തോടെ ഒന്നാന്തരം തുടക്കം കുറിച്ചു. ആതിഥേയരായ UAEയെ ഇന്ത്യ തകർത്തുവിട്ടത് 9 വിക്കറ്റിനാണ്. മലയാളി താരം സഞ്ജു സാംസൺ വിക്കറ്റ് കാത്ത ഇന്ത്യൻ ടീം എതിരാളികളെ 57 റൺസിൽ ചുരുട്ടിക്കൂട്ടുകയും വെറും 27 പന്തിൽ ജയം നേടുകയും ചെയ്തു. പവർ പ്ലേ ഓവറിൽ 2-41 എന്ന തരക്കേടില്ലാത്ത നിലയിലായിരുന്ന UAEയെ പിന്നീട് ഇന്ത്യൻ ബൗളർമാർ അക്ഷരാർത്ഥത്തിൽ എറിഞ്ഞു വീഴ്ത്തുകയാണ് ഉണ്ടായത്. കുൽദീപ് യാദവ് 4ഉം ദുബെ 3ഉം വിക്കറ്റ് നേടി. ബാറ്റിംഗിന് ഇറങ്ങേണ്ടി വന്നില്ലെങ്കിലും UAE ബാറ്റർ ആസിഫ് ഖാനെ പറന്നു പിടിച്ച് സഞ്ജുവും തിളക്കമാർന്ന പ്രകടനം നടത്തി. മറുപടിയായി ബാറ്റെടുത്ത ഇന്ത്യക്ക് വേണ്ടി നേരിട്ട ആദ്യ പന്തു തന്നെ 6ന് തൂക്കിയ അഭിഷേക് ശർമ്മ മികച്ച തുടക്കം നൽകി. 16 പന്തിൽ 30 റണ്ണടിച്ച ശർമ്മ മടങ്ങിയെങ്കിലും ശുഭ്മാൻ ഗില്ലും സൂര്യകുമാർ യാദവും ചേർന്ന് എളുപ്പത്തിൽ ഇന്ത്യൻ ജയം പൂർത്തിയാക്കി. ക്രിക്കറ്റിന്റെ വിശേഷങ്ങളിൽ നിന്ന് ഇനി ഹോക്കിയിലേക്ക്. ഏഷ്യ കപ്പിന്റെ മത്സരങ്ങൾ പുരോഗമിക്കവേ ഇന്ത്യ പഴയ പ്രതാപത്തിലേക്ക് മടങ്ങി വരുന്നതിന്റെ സൂചനകൾ നമ്മൾ കഴിഞ്ഞ ചില വാരങ്ങളിൽ തന്നെ കണ്ടിരുന്നു. ഇപ്പോഴിതാ അതിന് കിരീടധാരണത്തോടെ പൂർണ്ണത കൈവന്നിരിക്കുന്നു. നിലവിലെ ജേതാക്കളായ ദക്ഷിണ കൊറിയയെ 1-നെതിരെ 4 ഗോളുകൾക്ക് തകർത്താണ് ഇന്ത്യൻ പുരുഷന്മാർ ഏഷ്യൻ കിരീടം ചൂടിയത്. ദിൽപ്രീത് 2 ഗോൾ അടിച്ച കളിയിൽ സുഖ്ജിത് സിംഗും അമിത് രോഹിതദാസും വലയത്തിൽ പന്തെത്തിച്ചു. ഈ ടൂർണമെന്റിൽ ഒരു കളിയിലും തോൽവി വഴങ്ങാതെ മുന്നേറിയ ടീം ഏഷ്യൻ ചാമ്പ്യൻ പട്ടം നേടിയതോടെ ലോകകപ്പ് യോഗ്യതയും ഉറപ്പിച്ചു. ഒളിമ്പിക് ജയങ്ങളുടെയും ലോക കിരീടങ്ങളുടെയും ചരിത്രമുള്ള ഇന്ത്യൻ ഹോക്കി ടീം അതിന്റെ പൂർവ്വ പ്രതാപത്തിലേക്ക് തിരികെ എത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റോജർ ഫെഡറർ, റാഫേൽ നദാൽ, നൊവാക് ജോക്കോവിച്ച്. ഒരു കാലത്ത് ടെന്നീസ് കോർട്ടുകളെ വിറപ്പിച്ച പുളകം കൊള്ളിച്ച സൂപ്പർ ത്രയം. സ്വിറ്റ്സർലാൻഡുകാരൻ ഫെഡററും സ്പാനിഷ് കരുത്തൻ നദാലും കളമൊഴിഞ്ഞിട്ട് ഏറെ ആയിട്ടില്ല. ഇപ്പോഴിതാ സെർബിയൻ ഇതിഹാസം നൊവാക് ജോക്കോവിക്കും ആ വഴിയിലേക്കാണോ എന്നാണ് ആരാധകർ ആശങ്കപ്പെടുന്നത്. പോയ വാരം അവസാനിച്ച US ഓപ്പൺ ടൂർണമെന്റിൽ സ്പെയിനിന്റെ കാർലോസ് അൽക്കാരസിനോട് സെമിയിൽ തോറ്റു പുറത്തായതോടെ 38-കാരന്റെ കളത്തിലെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വീണ്ടും ഉയർന്നു. സെമിയിൽ കാര്യമായ ചെറുത്തുനിൽപ്പ് നേരിടാതെ സ്ഥിരം എതിരാളിയെ വീഴ്ത്തി ഫൈനലിൽ കടന്ന അൽക്കാരസ് പക്ഷേ ജോക്കോയും റാഫയും ഫെഡ് എക്സ്പ്രസും ഉണ്ടാക്കിയ വിടവ് നികത്താൻ പോന്നവനാണ് താനെന്ന് തെളിയിച്ചുകൊണ്ട് US ഓപ്പണിന്റെ കിരീടം നേടുകയും ചെയ്തു. ഫൈനലിൽ ഇറ്റലിക്കാരൻ എതിരാളി യാനിക് സിന്നറുടെ വെല്ലുവിളി 4 സെറ്റ് കൊണ്ട് മറികടന്നാണ് കിരീടധാരണം. ഏതാനും മാസങ്ങൾക്ക് മുമ്പേ മാരത്തോൺ പോരാട്ടത്തിൽ സിന്നറെ വീഴ്ത്തിക്കൊണ്ട് ഫ്രഞ്ച് ഓപ്പൺ ചാമ്പ്യനായിരുന്നു അൽക്കാരസ്. അതേ എതിരാളികൾ വീണ്ടും ഇറങ്ങിയപ്പോൾ തീപാറും കളി പ്രതീക്ഷിച്ചവർക്ക് പക്ഷേ അത്രത്തോളം ആനന്ദം നൽകുന്നതായിരുന്നില്ല US ഓപ്പണിലെ ഫൈനൽ. ജയത്തോടെ പുരുഷ റാങ്കിങ്ങിലും അൽക്കാരസ് ഒന്നാമനായി. US ഓപ്പൺ വനിതാ കിരീടം ബെലാറസിന്റെ അരീന സബലെങ്ക നിലനിർത്തി. നിലവിലെ ചാമ്പ്യനായ സബലെങ്ക ആതിഥേയ നാട്ടുകാരിയായ അമാൻഡ അനിസിമിയോവയെ 6-3, 7-6 എന്ന നേരിട്ടുള്ള സെറ്റുകളിൽ തോൽപ്പിച്ചാണ് കിരീടം ചൂടിയത്. ഒന്നാം സെറ്റിൽ എതിരാളിയെ എളുപ്പം വീഴ്ത്താൻ സബലെങ്കയ്ക്കായി എങ്കിലും രണ്ടാം സെറ്റ് പിടിക്കാൻ ട്രൈബേക്കർ വരെ പൊരുതേണ്ടി വന്നു.
ഇനി ലോക ഫുട്ബോളിലെ ചില വിശേഷങ്ങൾ കൂടി പരിശോധിക്കാം. അർജന്റീനയും ബ്രസീലും ഫുട്ബോളിൽ തോൽക്കുന്നത് അത്ര സാധാരണമല്ല തന്നെ. വളരെ അപൂർവമായാണ് അത് സംഭവിക്കാറ്. എന്നാൽ കഴിഞ്ഞ വാരത്തിൽ അത്തരമൊരു അപൂർവമായ കാഴ്ചയ്ക്കും കായിക ലോകം സാക്ഷ്യം വഹിച്ചു. ലോക ഫുട്ബോളിന്റെ യോഗ്യതാ റൗണ്ടിലാണ് നിലവിലെ ചാമ്പ്യന്മാർക്കും മുൻ ചാമ്പ്യന്മാർക്കും അടിതെറ്റിയത്. അർജന്റീന തോറ്റത് ഇക്വഡോറിനോടാണ്. എന്നർ വലൻസിയയുടെ പെനാൽറ്റി ഗോളാണ് മത്സരഫലം ഇക്വഡോറിന് അനുകൂലമാക്കിയത്. ലാറ്റിൻ അമേരിക്കൻ മേഖലയിൽ തങ്ങളുടെ അവസാന യോഗ്യതാ മത്സരത്തിനിറങ്ങിയ ബ്രസീൽ ഇതേ മാർജിന് ബൊളീവിയയോട് തോറ്റു. പ്ലേ ഓഫ് നേരത്തെ ഉറപ്പാക്കിയിരുന്നതിനാൽ യുവതാരങ്ങളെ കൂടി ഉൾപ്പെടുത്തി ടീമിനെ ഇറക്കിയ പുതിയ പരിശീലകൻ കാർലോ ആഞ്ചലോട്ടിയുടെ തന്ത്രം ഫലം കണ്ടില്ല. ജയത്തോടെ പ്ലേ ഓഫിന് യോഗ്യത നേടിയ ബൊളീവിയ 1994 ശേഷം ലോകകപ്പ് കളിക്കാമെന്ന പ്രതീക്ഷയിലാണ്. മറ്റ് ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിൽ ഇംഗ്ലണ്ട്, ഇറ്റലി, നോർവേ, പോർച്ചുഗൽ തുടങ്ങിയ ടീമുകളെല്ലാം ജയം നേടി. ഇറ്റലി ഇസ്രായേലിനെ 4-നെതിരെ 5 ഗോളിന് മറികടന്നപ്പോൾ സെർബിയയെ 5-0 ഇംഗ്ലണ്ട് തകർത്തത്. ആഫ്രിക്കൻ മേഖലയിൽ നിന്ന് മൊറോക്കോയും ടുണീഷ്യയും നേരത്തെ യോഗ്യത ഉറപ്പിച്ചിരുന്നു. യോഗ്യതാ മത്സരങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കവേ ഇതുവരെയായി 18 ടീമുകൾ തങ്ങളുടെ ബർത്ത് ഉറപ്പിച്ചു കഴിഞ്ഞു. ആതിഥേയ രാജ്യങ്ങളായ കാനഡ, മെക്സിക്കോ, അമേരിക്ക എന്നിവയ്ക്ക് പുറമെ അർജന്റീന, ബ്രസീൽ, ജപ്പാൻ, ന്യൂസിലാൻഡ്, ഇറാൻ, ഉസ്ബെക്കിസ്ഥാൻ, ദക്ഷിണ കൊറിയ, ജോർദാൻ, ഓസ്ട്രേലിയ, ഉറുഗ്വേ, ഇക്വഡോർ, പരാഗ്വേ, കൊളംബിയ, മൊറോക്കോ, ടുണീഷ്യ എന്നിവയാണ് യോഗ്യത നേടിക്കഴിഞ്ഞ രാജ്യങ്ങൾ. അടുത്ത വർഷം നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിൽ കളിക്കാൻ 48 രാജ്യങ്ങൾക്കാണ് അവസരം. ഇതാദ്യമായാണ് ലോകകപ്പിന്റെ ഫൈനൽ റൗണ്ടിൽ ഇത്രയേറെ ടീമുകൾക്ക് അവസരം ലഭിക്കുന്നത്. ഏഷ്യ കപ്പിലും ലോകത്തെ വിവിധ ഫുട്ബോൾ ലീഗുകളിലുമെല്ലാം കടുത്ത മത്സരങ്ങളുടെ ആഴ്ചയാണ് ഇനി വരാനുള്ളത്. കാത്തിരിക്കാം കായിക ലോകത്തെ പുത്തൻ സംഭവ വികാസങ്ങൾക്കും വിശേഷങ്ങൾക്കുമായി. സ്പോർട്സ് മിക്സ് കായിക ലോകം കഴിഞ്ഞയാഴ്ചയിൽ. തയ്യാറാക്കി അവതരിപ്പിച്ചത് സ്പോർട്സ് കമന്റേറ്ററും എഴുത്തുകാരനുമായ ഹാരിസ് നന്മേനി.